സാംസങ്ങിന്റെ സാംസങ് S24 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഈ ഒരു ഫോണിന്റെ ഫീച്ചേഴ്സിനെ പറ്റിയിട്ടുള്ള പല കാര്യങ്ങളും ഇപ്പം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ചില ന്യൂസുകളും ഇപ്പം പുറത്ത് വന്നിട്ടുണ്ട്. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സാംസങ് S24 FE എന്നുള്ള സ്മാർട്ട് ഫോണിനെ പറ്റിയിട്ടാണ്. നമ്മൾ ആദ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ ഈ ഒരു സ്മാർട്ട് ഫോണിൽ 6.7 ഇഞ്ചിൻ്റെ ഫുൾ HD+ ഡിസ്പ്ലേ വരുന്നതായിരിക്കും. AMOLED ഡിസ്പ്ലേയുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. പഞ്ചോൾ ഡിസൈൻ ഇതിൽ വരും. പഞ്ചോൾ വരിക ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടായിരിക്കും. 120 ഹെർട്സിൻ്റെ റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ ഇതിൽ സപ്പോർട്ട് ചെയ്യും. പിന്നെ പീക്ക് ബ്രൈറ്റ്നസ് വരിക 1900 നിറ്റ്സ് ആയിരിക്കും. ഫോണിൻ്റെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിൻ്റെ പ്രൊട്ടക്ഷനൊക്കെ വരുന്നതായിരിക്കും. അപ്പം അത്യാവശ്യം നല്ല ഡിസ്പ്ലേ ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ ഈ ഫോണിൽ വന്നേക്കാം. ഇതിൽ ഫ്ലാറ്റ് ആയിട്ടുള്ള ഡിസ്പ്ലേ ആയിരിക്കും വരിക. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിൻറ്റ് സെൻസറും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. IP68 റേറ്റിംഗ് ഇതിൽ സപ്പോർട്ട് ചെയ്യും. അപ്പം ഈ ഫോൺ വാട്ടർ റെസിസ്റ്റൻറ്റും അതുപോലെ തന്നെ ഡസ്റ്റ് റെസിസ്റ്റൻറ്റും ആയിരിക്കും. നല്ലൊരു IP റേറ്റിംഗ് ഒക്കെ തന്നെയാണ്. പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എക്സിനോസിൻ്റെ 2400E എന്ന പ്രോസസ്സറുമായിട്ടായിരിക്കും ഈ ഒരു സ്മാർട്ട് ഫോൺ വരിക. ഇത് S24 സീരീസിൽ കണ്ടിട്ടുള്ള എക്സിനോസ് 2400 എന്ന പ്രോസസ്സറിൻ്റെ ഒരു ട്യൂക്ക് ചെയ്തിട്ടുള്ള ഒരു വെർഷൻ ആയിരിക്കും. പിന്നെ 5G സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരും. സ്റ്റീരിയോ സ്പീക്കേഴ്സ് ഈ ഫോണിൽ വരും. 3.5 ഓഡിയോ ജാക്ക് ഇതിലുണ്ടായിക്കൊള്ളണം എന്നില്ല. അതുപോലെ തന്നെ മെമ്മറി കാർഡ് സ്ലോട്ടും ഇതിൽ വരാൻ ചാൻസ് ഇല്ല. ആൻഡ്രോയിഡ് 14 ബേസ് ആയിട്ടുള്ള OneUI സോഫ്റ്റ്വെയർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ക്യാമറയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഫോണിൻ്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് വരുന്നതായിരിക്കും. 50 മെഗാ പിക്സൽ മെയിൻ ക്യാമറ സെൻസർ ആയിരിക്കും ഈ ഫോണിൽ വരിക. ഇതിൽ OSന്റെ സപ്പോർട്ട് വരും. പിന്നെ 12 മെഗാ പിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും അതുപോലെ തന്നെ 8 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നതായിരിക്കും. ഇതിൽ 3x ഒപ്റ്റിക്കൽ സൂം ഒക്കെ സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഫ്രണ്ടിൽ 10 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും വന്നേക്കാം. ഓൺ പേപ്പർ നല്ലൊരു ക്യാമറ സ്പെസിഫിക്കേഷനും ഈ ഒരു ഫോണിൽ വന്നേക്കാം. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ 4700 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നതായിരിക്കും. 25 വാട്ടിൻ്റെ ഫാസ്റ്റ് സപ്പോർട്ടായിരിക്കും ഇതിൽ വരിക. Type-C ചാർജിംഗ് പോർട്ടും ഇതിൽ വരുന്നതായിരിക്കും. പിന്നെ മിക്കവാറും ഫോണിൻ്റെ ബോക്സിൽ ചാർജർ ഉണ്ടാവില്ല. ചാർജർ നമ്മൾ സെപ്പറേറ്റ് മേടിക്കേണ്ടി വരും. അപ്പം ഇതൊക്കെയാണ് ഫീച്ചേഴ്സിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഇനി ലോഞ്ച് ഡേറ്റിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ സെപ്റ്റംബർ 26 ഈ സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യുമെന്നാണ് ഇപ്പം പുറത്തു വന്നിട്ടുള്ള റിപ്പോർട്ടുകൾ പറയുന്നത്. ഒഫീഷ്യൽ കൺഫർമേഷൻ വന്നിട്ടില്ല. എന്നാലും പ്രീ ഓർഡറും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഗ്ലോബൽ മാർക്കറ്റിലാണ്. ഇന്ത്യൻ മാർക്കറ്റിൽ ഈ ഒരു ദിവസം ഈ ഫോൺ ലോഞ്ച് ചെയ്യാൻ ചാൻസ് ഇല്ല. ഇന്ത്യൻ മാർക്കറ്റിൽ പിന്നീട് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. പക്ഷേ ഇന്ത്യയിലെ ലോഞ്ച് ഡേറ്റിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊന്നും ഇപ്പം പുറത്ത് വന്നിട്ടില്ല. അതിനെ പറ്റിയിട്ടുള്ള ന്യൂസുകളൊക്കെ വരുമ്പം അതിനെ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പം അതുപോലുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. പിന്നെ വിലയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഗ്ലോബൽ മാർക്കറ്റിൽ ഈ ഫോണിൻ്റെ വില $649 ആയിരിക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. അതായത് 54,300 രൂപ പ്രൈസ് റേഞ്ചിൽ. ഇന്ത്യൻ മാർക്കറ്റിലും നമുക്ക് ഏകദേശം ഇതിനടുത്ത് വരുന്ന ഒരു പ്രൈസിങ്ങിൽ ഈ ഫോൺ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഒരു 50,000 to 55,000 രൂപ പ്രൈസ് റേഞ്ചിലൊക്കെ ആയിട്ട് തന്നെയാണ് ഈ ഫോൺ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലും എക്സ്പെക്ട് ചെയ്യുന്നത്. കൺഫർമേഷൻസ് ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ എക്സ്പെക്ടേഷൻ പറഞ്ഞു എന്നേ ഉള്ളൂ. എന്തായാലും സാംസങ്ങിൻ്റെ S24 FE എന്ന പുതിയൊരു സ്മാർട്ട് ഫോൺ ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ട്. ഇന്ത്യൻ മാർക്കറ്റിലും ഈ ഒരു ഫോൺ മിക്കവാറും ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. എന്തായാലും ഈ ഒരു ഫോണിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഈ ഫീച്ചേഴ്സുമായിട്ട് വരുന്ന സ്മാർട്ട് ഫോൺ നിങ്ങൾ ഇന്ത്യൻ മാർക്കറ്റിൽ ഏത് പ്രൈസിങ്ങിലാണ് എക്സ്പെക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക.